നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു അടിപൊളി മസാല ചായ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 7 ഐറ്റം സ്പൈസസ് വെച്ചിട്ടാണ് ചായ തയ്യാറാക്കിയിട്ടുള്ളത്. 2 ഗ്ലാസ് ചായയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ചായപാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സ്പൈസസിന് 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്കൊന്ന് ചതച്ചിടണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട്. ഇഞ്ചിയുടെ അളവ് ഈ ചായക്ക്, മസാല ചായക്ക് ഇഞ്ചിയുടെ അളവും ഏലക്കയുടെ അളവും മുന്നിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ മുളകിട്ടില്ലെന്നുള്ള പരാതി വേണ്ട, കുരുമുളക് എടുക്കാം നമുക്ക്. അപ്പോൾ ഒരല്പം കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്ത് ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ള് പെരുംജീരകം, ഈ ഗരം മസാലയിൽ ഉപയോഗിക്കില്ലേ വലിയ ജീരകം, അതാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇത്, അതിമധുരം എടുത്ത് ഒന്ന് ചതച്ച് അതും അങ്ങ് ചേർത്ത് കൊടുക്കാം. ശേഷം 2 ഗ്രാമ്പു ചേർക്കാം. ഗ്രാമ്പു ചെറുതായതുകൊണ്ട് ഞാൻ 2 ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടെ ഒരു കഷ്ണം പട്ടയും കൂടെ. പട്ടയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ വലുതിടാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും ഉണ്ട്. ടീസ്പൂൺ ചെറുതും ടേബിൾ സ്പൂൺ വലുതുമാണ്. അപ്പോൾ 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ടേബിൾ സ്പൂൺ പഞ്ചസാര, അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. 2 ഗ്ലാസ് ചായക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പം ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് തേയിലയിലുള്ള എല്ലാ കളറും അതിലോട്ടങ്ങ് ചേർന്നിട്ടുണ്ട്. മസാലയുടെ സ്മെല്ലെല്ലാം ആ വെള്ളത്തിലോട്ടൊന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് മസാലയെല്ലാം അതിൽ പിടിച്ച് കിട്ടും. ശേഷം 1 കപ്പ് പാലെടുക്കാം. പാൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ, വെള്ളം ചേർത്ത പാലല്ലേ, കട്ടിയുള്ള കൊഴുപ്പുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാൽ ചേർത്ത്, 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ് ചേർത്തിട്ടുള്ളത്. കാച്ചിയ പാല് ചേർത്തതല്ലല്ലോ, അതുകൊണ്ട് പാലിൻ്റെ വേവും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. 2 മിനിറ്റിന് പാല് വെന്ത ശേഷം അടച്ച് വെച്ചാൽ മതി. ശേഷം 1 കപ്പിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ചായ നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ച് അരിച്ചെടുക്കണം. ഇതൊരു ചെറിയ ടിപ്പാണേ. ഒരു പാത്രത്തിലോട്ട് നന്നായിട്ട് അടിച്ച്, ഈ ചായക്കടയിലൊക്കെ എടുക്കൂല അതുപോലെ നന്നായിട്ട് എത്രമാത്രം ഉയർത്തി അടിച്ച് എടുക്കുമോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ ചായക്ക്. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാൻ അറിയാമെന്നുള്ളവർ അങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ നല്ലതാണേ. അവസാന ഘട്ടം നമ്മുടെ കപ്പിലേക്ക്, ചായ കപ്പിലേക്ക് ഇതാ ചായ മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള ചായയാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈസസ് കണ്ടല്ലോ, 7 ഐറ്റം സ്പൈസസ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താങ്ക് യു.